ലഹരിക്കെതിരെ ബി.ജെ.പി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ബി.ജെ.പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി.ആർ. പ്രഫുൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ലഹരി മാഫിയയെ തഴച്ചു വളരാൻ അനുവദിച്ചത് പിണറായി സർക്കാരാണെന്നും ലഹരി കേസുകളിൽ പിടിയിലാകുന്ന മിക്ക പ്രതികളും SFI, SDPI ബന്ധമുള്ളവരാണെന്നും ബി.ജെ.പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി.ആർ. പ്രഫുൽ കൃഷ്ണൻ ആരോപിച്ചു. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, മയക്കുമരുന്ന് കേസിൽ ആളുകൾ അറസ്റ്റിലാകുന്നത് അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. പിണറായി വിജയൻ എപ്പോഴും പറയും നമ്പർ 1 ആണ് കേരളം. അതെ, പിണറായി വിജയൻ ഒരു സംശയവുമില്ല. മയക്കുമരുന്ന് വിപണനത്തിന്റെ കാര്യത്തിൽ, ഉപയോഗത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഈ കേരളമുണ്ടല്ലോ, അത് ഒന്നാം 2 വിഭാഗക്കാരാണ് ഇതിൽ പിടിക്കപ്പെടുന്നത്. ഒന്ന് SFI-ക്കാർ, അല്ലെങ്കിൽ DYFI-ക്കാർ. ഇടകൊണ്ടിരിക്കുന്നത് പോലീസ് നിഷ്ക്രിയത പാലിക്കുകയാണ്. ഓരോ ദിവസവും എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൊല്ലത്ത് സഹപാഠിയെ ഒരുത്തൻ കുത്തി മലർത്തി ഉമ്മയെയും ബന്ധുക്കളെയും സ്വന്തം സഹോദരനെയും എല്ലാം കൊല ചെയ്ത സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ഓരോ ദിവസവും മനുഷ്യന്മാര് കേട്ടാൽ ഞെട്ടിത്തരിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങളുടെ വാർത്തകൾ മാത്രമാണ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി? ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിലെ യുവത്വത്തെ ഇത്തരത്തിലാക്കി മാറ്റുന്നതിൽ ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് നല്ല പങ്കുണ്ട്. ഇവിടത്തെ കമ്മ്യൂണുകളെ, മയക്കുമരുന്ന് മാഫിയയെ സംരക്ഷിച്ചു നിർത്തുന്നത് പിണറായി സർക്കാരാണ്. ഇവിടെ ഏതെങ്കിലും ആളുകളെ അറസ്റ്റ് ചെയ്യും. യഥാർത്ഥ കണ്ണികളിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? ഇതാരാണ് ഈ രാസലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്നത്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം MDMA-യും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള രാസലഹരി പദാർത്ഥങ്ങൾ അത് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നീട് അതിൽ അഡിക്റ്റാണ്. അതിൽ നിന്ന് പിന്നെ ഒരു മോചനമില്ല. നമ്മുടെ ചെറിയ കുട്ടികൾ, UP സ്കൂൾ കുട്ടികൾ വരെ ഇന്ന് രാസലഹരിയുടെ പിടിയിലാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് പഞ്ചാബിനെ കുറിച്ച് പറഞ്ഞിരുന്നത്, മറ്റയൽ സംസ്ഥാനങ്ങളെ, മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത്, അത് ആ സംസ്ഥാനങ്ങളെ എല്ലാം മറികടന്ന് ഇവിടെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിൽ, വിപണനത്തിൽ അത് ഞങ്ങൾ ഒന്നാമതാണ് എന്ന് പിണറായി വിജയൻ തെളിയിച്ചിരിക്കുകയാണ്. വലിയ വായിലെന്ന് പറഞ്ഞാൽ പോരാ. കഴിഞ്ഞ ദിവസമൊക്കെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശക്തമായ നടപടിയെടുക്കുമെന്നാണ്. എന്ത് നടപടിയാണ് പിണറായി വിജയൻ നിങ്ങൾ എടുത്തിട്ടുള്ളത്? നിങ്ങൾ നടപടി എടുത്തിരുന്നുവെങ്കിൽ നമ്മുടെ കേരളം ഇത്തരത്തിൽ മാറുമായിരുന്നു. നിങ്ങളാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. ലഹരി മാഫിയകളെ തുറങ്കിലടക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൈറ്റ് മാർച്ചിന് ബി.ജെ.പി നേതാക്കളായ ബി.ജെ.പി മേഖലാ ഉപാധ്യക്ഷൻ MP രാജൻ, ലീഗൽ സെൽ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് K. ദിലീപ്, SC മോർച്ച സംസ്ഥാന സെക്രട്ടറി VC ബിനീഷ് മാസ്റ്റർ, യുവമോർച്ച സംസ്ഥാന ട്രഷറർ അനൂപ് മാസ്റ്റർ, TP രാജേഷ്, CP വിപിൻ ചന്ദ്രൻ, രഗ്നേഷ് ഹഴിയൂർ, TK പ്രഭാകരൻ മാസ്റ്റർ, സിനൂപ് രാജ്, ഗിരിജ ഷാജി, PK സിന്ധു, സുരക്ഷിത മണ്ഡലം പ്രസിഡന്റുമാരായ അഭിജിത്ത്, പ്രിബിലേഷ്, MC അനീഷ്, OV മഹേഷ്, ഷാർപ്പി ബിനീഷ്, വൈശാഖ, DK മനു എന്നിവർ സംസാരിച്ചു.